നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏഷ്യൻ റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ വാരാന്ത്യത്തിലെ ലാഭമെടുപ്പിന് നിക്ഷേപകർ തിരക്കിട്ട് നീക്കം നടത്തി. ചൈന പുതുവത്സര ആഘോഷങ്ങളിൽ അമർന്നു നിൽക്കുന്നതിനാൽ ഒരാഴ്ചയായി മുൻനിര വിപണികളിൽ ഇടപാടുകളുടെ വ്യാപ്തി കുറഞ്ഞു. ഇതിനിടയിൽ ഈ വർഷം ആഗോള പ്രകൃതിദത്ത റബ്ബർ ഉൽപ്പാദനം 2.4% ഉയർന്ന് 15.2 ദശലക്ഷം ടണ്ണിലെത്തുമെന്ന പ്രവചനം അവധി വ്യാപാരത്തിൽ നിക്ഷേപകരെ വിൽപ്പനക്കാരാക്കി. കൊച്ചിയിൽ 4ാം ഗ്രേഡിന് വാങ്ങലുകാർ 216 രൂപ വരെ വാഗ്ദാനം ചെയ്തു. 5ാം ഗ്രേഡ് റബ്ബർ 213 രൂപയായി കയറി. റബ്ബർ വില വീണ്ടും ഓരോ ദിവസം കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഷീറ്റിന് വളരെയേറെ ക്ഷാമമുണ്ട്. അപ്പോൾ ഷീറ്റ് കിട്ടാനില്ലാത്ത ഒരവസ്ഥയാണിപ്പോൾ. പലരും ഇപ്പോൾ ടാപ്പിംഗ് നിർത്തി. ഇപ്പോൾ വിപണിയിലോട്ട് ഷീറ്റ് വരവ് കുറവാണ്. അപ്പോൾ നമ്മുടെ റബ്ബറിൻ്റെ ഇലയെല്ലാം ആദ്യമെല്ലാം കൊഴിഞ്ഞു പോയിട്ട് രണ്ടാമത് തളർത്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അതിശക്തമായ ഒരു മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ഇടിമുഴക്കമുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് കർഷകർ റബ്ബർ കൃഷി ഉപേക്ഷിച്ച് പല കൃഷിയിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റബ്ബറിൻ്റെ വില വർധനവ് അവർക്ക് വളരെയേറെ ആശ്വാസമാണ്. അപ്പോൾ പല കൃഷിയിലോട്ട് പോയിട്ടുള്ളവരായാലും റബ്ബർ കൃഷിയിലോട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ റബ്ബർ കൃഷി പോലെ നമുക്ക് മറ്റൊരു കൃഷി പറ്റില്ല. റബ്ബർ കൃഷി നഷ്ടമാണെങ്കിലും മറ്റ് ഏതൊരു കൃഷി, ചിലർ പറയും റംബൂട്ടാൻ നമുക്ക് കൃഷി ചെയ്യാമെന്ന് പറയും. പക്ഷേ നമ്മുടെ ആ ഫലങ്ങൾ സുരക്ഷിതമല്ല. ഫലങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിളികളൊക്കെ കൂട്ടത്തോടെ കുത്തിക്കൊണ്ട് പോകും. അപ്പോൾ അതിന് വല വിരിച്ചാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ റബ്ബറിൻ്റെ ഫലങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ സുരക്ഷിതമാണ്. നമ്മൾ കത്തി വെച്ച് ടാപ്പ് ചെയ്തെങ്കിൽ മാത്രമേ ആ ഫലങ്ങൾ പുറത്ത് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് വളരെയേറെ സുരക്ഷിതമുണ്ട്. അപ്പോൾ നമുക്ക് വിൽക്കാനും എളുപ്പമുണ്ട്. നമുക്കൊരു 1000 കിലോ ഷീറ്റ് കൊണ്ട് കൊടുത്താലും നമുക്ക് എടുക്കാം. പക്ഷേ ഒരു 1000 കിലോ റംബൂട്ടാനും കൊണ്ട് ഒരു കടയിൽ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കച്ചവടം മാർക്കറ്റ് കിട്ടില്ല. പക്ഷേ റബ്ബറിനാണ് നല്ല മാർക്കറ്റ് ഉള്ളത്. കൊപ്ര വിറ്റുമാറാൻ തമിഴ്നാട്ടിൽ സ്റ്റോക്ക് എടുക്കുന്നവർ തിടുക്കം കാട്ടുന്നത് കണ്ട് വ്യവസായികൾ ചരക്ക് സംഭരണം കുറച്ചു. കാങ്കയത്ത് കൊപ്രയ്ക്ക് ഇന്ന് കിൻഡലിന് 500 രൂപ ഇടിഞ്ഞു. ഇതിൻ്റെ പ്രതിഫലമെന്നോണം കൊച്ചിയിൽ എണ്ണ കൊപ്ര വിലകൾ 200 രൂപ വീതം താഴ്ന്നു. തമിഴ്നാട്ടിൽ വെളിച്ചെണ്ണയ്ക്ക് 175 രൂപ മാത്രമാണ് കുറഞ്ഞത്. വ്യവസായികൾ കൊപ്ര വിപണിയെ കൃത്രിമമായി തകർക്കാൻ ശ്രമിക്കുന്നതായി കർഷകർ ആരോപിച്ചു. ഇന്നലെ ലേലത്തിനെത്തിയ ഏലക്ക പൂർണ്ണമായും വിറ്റഴിഞ്ഞു. കാർഷിക മേഖലയിൽ പകൽ താപനില പതിവിലും ഉയർന്നത് വാങ്ങലുകാരെ ആശങ്കയിലാക്കി. മഴയുടെ അഭാവത്തിൽ പല തോട്ടങ്ങളും വരൾച്ചയുടെ പിടിയിലാണ്. മൊത്തം 72,074 കിലോ ഏലക്കയാണ് ലേലത്തിനെത്തിയത്. ഇത് മൊത്തമായി വാങ്ങലുകാർ ശേഖരിച്ചെങ്കിലും ശരാശരി ഇനങ്ങൾ കിലോ 2,415 രൂപയായും മികച്ച ഇനങ്ങൾ 2,912 രൂപയിലും നിലകൊണ്ടു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.